പ്രിയമുള്ള ഡോക്ടർ മാരാജി പ്രേക്ഷകരെ, നാം ഇവിടെ നിങ്ങളുമായി സംവേദിക്കുന്ന വിഷയം നിങ്ങളുടെ നാളെ എന്ന ജ്യോതിഷ പരമ്പരയാണ്. നിങ്ങളുടെ നാളെ സെപ്റ്റംബർ 10-ാം തീയതി, അതായത് 1200 ചിങ്ങമാസം 25-ാം തീയതി ചൊവ്വാഴ്ചയാകുന്നു. നാളെ ചൊവ്വാഴ്ച മംഗളവാരം, സൂര്യോദയം തൃശ്ശൂരിൽ 6:18 അസ്തമയം വൈകിട്ട് 6:25 നാളത്തെ രാഹുകാലം വൈകിട്ട് 3 മണി മുതൽ 4:30 വരെയുള്ള സമയമാകുന്നു. അതിനാൽ പ്രാദേശിക സമയപ്രകാരം രാഹുകാലം 3:18 മുതൽ 4:48 വരെയുള്ള സമയം നിങ്ങൾക്ക് എല്ലാ ശുഭകാര്യങ്ങളും മാറ്റിവെക്കേണ്ടുന്ന സമയമാകുന്നു. നാളത്തെ നക്ഷത്രം ലോകപ്രശസ്തരുടെ നക്ഷത്രമാകുന്നു, അനിഴം നക്ഷത്രമാകുന്നു. ലോകത്തിലെ എല്ലാ പ്രതിഭാധനന്മാരും രാഷ്ട്രീയ നേതൃത്വ നിരയിലുള്ളവരൊക്കെ തന്നെ അനിഴം നക്ഷത്രത്തിന് തിളക്കമാർന്ന പ്രകാശം കൊടുത്തവരാണ്. അത് നരേന്ദ്രമോദി ആയാലും, APJ അബ്ദുൽ കലാം സാറായാലും, പ്രിയങ്ക ഗാന്ധി ആയാലും, രമേശ് ചെന്നിത്തലയായാലും ഒക്കെ തന്നെ അനിഴം നക്ഷത്രം പ്രശസ്തരുടെ നക്ഷത്രത്തിന് ഉദാഹരണങ്ങളാകുന്നു. നാളത്തെ ദിനം ചൊവ്വാഴ്ച പലപ്പോഴും ശുഭകാര്യങ്ങൾക്ക് നാം സ്വീകരിക്കാറില്ല. എങ്കിലും ചൊവ്വയ്ക്ക് ജ്യോതിഷത്തിൽ മംഗളഹ എന്ന പര്യായ പദമാണ് ഉള്ളത്. പലപ്പോഴും ചൊവ്വ പല കാര്യങ്ങൾക്കും വളരെയധികം നമ്മെ സഹായിക്കുന്നതാണ്. പ്രത്യേകിച്ച് ന്യൂമറോളജി 9 വരുന്ന വ്യക്തികൾക്ക് ചൊവ്വ വളരെ പ്രാധാന്യവും പ്രാഗൽഭ്യവും നൽകുന്നു. ഉദാഹരണമായി എൻ്റെ ന്യൂമറോളജി സംഖ്യാശാസ്ത്രപ്രകാരം എൻ്റെ നമ്പർ 18 ആകുന്നു. 9 ആകുന്നു എൻ്റെ ന്യൂമറോളജിക്കൽ സംഖ്യ. പലപ്പോഴും ഈ ചൊവ്വ 9ഉം ചൊവ്വാഴ്ചയും വരുമ്പോൾ എനിക്ക് വളരെയധികം ഭാഗ്യങ്ങൾ ലഭിക്കാറുണ്ട്. ധാരാളം പേർ എന്നെ അങ്ങനെയുള്ള ദിവസം ജ്യോതിഷം സംബന്ധിച്ച കാര്യങ്ങൾക്കായി എന്നെ കൺസൾട്ട് ചെയ്യാൻ വിളിക്കാറുണ്ട്. നാളത്തെ തിഥിയും നല്ല തിഥിയാകുന്നു, സപ്തമി തിഥിയാകുന്നു വെളുത്ത പക്ഷത്തിലെ. അതിനാൽ നക്ഷത്രം ഏറ്റവും ശക്തമായ അനിഴം നക്ഷത്രം. തിഥി വെളുത്തപക്ഷത്തിലെ സപ്തമി തിഥി, ദിനം ചൊവ്വാഴ്ചയാണെങ്കിലും നിങ്ങൾക്ക് എല്ലാ ശുഭകാര്യങ്ങളിലും സധൈര്യം മുന്നിട്ടിറങ്ങാം. നാളത്തെ നിങ്ങളുടെ പ്രാർത്ഥനയാകട്ടെ ഓം ശം ശനീശ്വരായ നമഃ എന്ന പ്രാർത്ഥനയാകുന്നു. പൂയം, അനിഴം, ഉത്രട്ടാതി ഈ നക്ഷത്രങ്ങളുടെ രക്ഷാധികാരിയായ ഗ്രഹം ശനിയാകുന്നു. ശനിയുടെ പ്രാർത്ഥനയാകുന്നു ഓം ശം ശനീശ്വരായ നമഃ എന്ന മന്ത്രം. എനിക്ക് ശനീശ്വരൻ സുഖവും സ്വസ്ഥതയും തരട്ടെ എന്നാണ് ഇതിൻ്റെ അർത്ഥം. നാളത്തെ ശുഭമുഹൂർത്തവും നിങ്ങൾ ശ്രദ്ധിക്കുക. നാളെ 11:20 മുതൽ 1 മണി വരെയുള്ള സമയം എല്ലാ ശുഭകാര്യങ്ങൾക്കും നിങ്ങൾക്ക് വിനിയോഗിക്കാം. അത് ബാങ്ക് അക്കൗണ്ട് തുറക്കുകയാണെങ്കിലും, അല്ലെങ്കിൽ നിങ്ങളുടെ വിദ്യാഭ്യാസ ലോണോ പേഴ്സണലായ വായ്പയോ തരപ്പെടുത്താൻ നിങ്ങൾക്ക് ചൊവ്വാഴ്ച വളരെയധികം ഗുണകരമാകും. ഭൂമി വാങ്ങുവാനും ഭൂമി വിൽക്കുവാനും അഡ്വാൻസ് വാങ്ങുവാനും മേൽപ്പറഞ്ഞ സമയം നിങ്ങൾ ഉപയോഗിക്കുക. നന്മകൾ മാത്രം പ്രാർത്ഥിച്ചുകൊണ്ട് നല്ല ഒരു നാളെ ആശംസിക്കുന്നു. നന്ദി, നമസ്കാരം.